സമയം എന്താ 5 മണി കഴിഞ്ഞു. ഐസോളിൽ ഒരു ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ ഉദയം കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. സാധാരണ അലാറം അടിച്ച് ആ വാർഡിലെ എല്ലാവരും എഴുന്നേൽക്കാത്ത ഒരാളാണ് ഞാൻ. ഉദയം കാണാൻ വേണ്ടി എഴുന്നേറ്റതല്ല. ഈ യാത്രകളിൽ ഒരു ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട്. ട്രെയിൻ മിസ്സാകുമോ, എഴുന്നേൽക്കാൻ വൈകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഉറക്കം ശരിയാവാറില്ല. അങ്ങനെ എണീച്ച് വന്നിരിക്കുന്നതാണ്. നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ സൂര്യനെ ചുറ്റുന്നതിനെക്കുറിച്ച്. അതിങ്ങനെ കിഴക്കൻ റൊട്ടേഷനിലേക്കാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ നേരത്തെ സൂര്യവെളിച്ചം എത്തുന്നത്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൂടുതൽ വ്യത്യാസം ഉണ്ടാവും നാട്ടിലെ ഉദയം ഇവിടുത്തെ ഉദയം തമ്മിൽ. ഈ ഊർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ എനിക്ക് ഐസോളിലെ ഉദയം കാണാൻ പറ്റി. നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ സാധാരണ സൂര്യൻ നേരത്തെ ഉദിക്കും, അതുപോലെ നേരത്തെ അസ്തമിക്കുകയും ചെയ്യും. വിൻ്റർ ആയി കഴിഞ്ഞാൽ അത് പിന്നെ നേരത്തെയാകും. ഇപ്പോൾ ഇന്നലെ തന്നെ വൈകിട്ട് ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്കും ഇരുട്ട് വീണിരുന്നു. ഒരു 7 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റിയല്ല, കടകളൊക്കെ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ സുമോകളൊക്കെ മിസോറാമിൻ്റെ റിമോട്ടൻ ഏരിയയിലേക്ക് പോകുന്നതാണ്. ആസാമിലേക്കും മണിപ്പൂരിലേക്കും ഒക്കെ പോകുന്ന സുമോ പിന്നിലുണ്ട്. ശരിക്കും ഇവിടുത്തെ പൊതുഗതാഗതം സുമോകളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നോർത്ത് ഈസ്റ്റിൻ്റെ ദേശീയ വാഹനം എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ. ബൈക്ക് ടാക്സികൾ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട്. ഐസോളിലെ പ്രധാന യാത്രാമാർഗം, അതായത് അകത്തൂടെയുള്ള ടൗണിനകത്തൂടെയുള്ള യാത്രാമാർഗം ബൈക്ക് ടാക്സി തന്നെയാണ്. നാട്ടിൽ നമ്മൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ പകരമായിട്ട് ഇവിടെ ബൈക്കാണുള്ളത്. ഈ കടകളൊക്കെ ടാക്സി കൗണ്ടറുകളാണ്. ടിക്കറ്റുകൾ ഇന്നലെ തന്നെ തീർന്നു കാണും. ഈ ഭാഗത്തിന് മില്ലേനിയം സെൻറ്റർ എന്നാണ് പറയുന്നത്. ഐസോളിലെ ഒരേ ഒരു മാൾ ഇതാണെന്നാണ് തോന്നുന്നത്. ഈ മാളാണ് എന്തായാലും പ്രധാന ലാൻഡ്മാർക്ക്. അവിടെ ഒരു ചായക്കട കാണുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാതിരിക്കാൻ പറ്റില്ല. പൂരിയും ചായയും വിൽക്കുന്ന കടയാണ്. മിസോ ഭാഷയിൽ അവരെന്തോ പറഞ്ഞു എന്നോടത്, പക്ഷെ എനിക്കത് മനസ്സിലായില്ല. ഈ പൂരി മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്നും കുടിയേറി വന്നതായിരിക്കണം. കാരണം മിസോകളുടെ ഭക്ഷണ രീതിയിൽ ഈ പൂരി ഇല്ലാത്തത് ഒന്നാണ്. അതിനടുത്തൊരു ചട്നി കൂടി വെച്ചിട്ടുണ്ട്, ഒരു സവാള ചട്നി പോലെ എന്തോ സംഗതിയാന്ന് തോന്നുന്നു. സാധാരണ യാത്ര ചെയ്യുന്ന സമയത്ത് പൂരിയാണ് കഴിക്കാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ചെറിയ തുകയ്ക്ക് വയറിറക്കാൻ പറ്റും. ഞാനും ഒരു ബൈക്ക് ടാക്സി എടുത്തു. സോളമൻ ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടാക്സിക്കാരന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അധികം സംസാരിക്കേണ്ടി വന്നില്ല. കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു സാധാരണ ഇന്ത്യൻ നഗരത്തിലെ പോലെ 9 മണിയൊക്കെ ആവും ഇവിടെ കടകൾ തുറക്കാൻ. പക്ഷേ വൈകിട്ട് നേരത്തെ അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ ഇന്നലെ തന്നെ 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഇരുൾ വീണ് തുടങ്ങിയിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം പാലിക്കേണ്ടതുകൊണ്ട് പ്രവർത്തനക്ഷമമായ പകലുകളായിരിക്കും നഷ്ടപ്പെടുക. സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച് വൈകിട്ട് എന്നൊരു സമയമേ ഉണ്ടാകാൻ സാധ്യതയില്ല. ഐസോൾ നഗരത്തെ സംബന്ധിച്ച് ബൈക്കാണ് ഏറ്റവും സൗകര്യപ്രദമായ വാഹനം. നാരോ റോഡുകളിൽ കാറൊക്കെ വലിയ പാടായിരിക്കും. ഗതാഗത തടസ്സം കാരണം സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് ഇപ്പോൾ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. നമ്പർ അനുസരിച്ച് ഇടപെട്ട ദിവസങ്ങളിലൊക്കെയാണ് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ സാധിക്കും. ഐസോളിൽ ധാരാളം ചർച്ചുകൾ കാണാൻ പറ്റും, പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് ക്രിസ്തുമതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചുകൾ. ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് ഐസോളിൽ നിന്നും സോളമൻ ടെമ്പിളിലേക്ക്. സോളമൻ ടെമ്പിളിലേക്ക് പോകുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം സോളമൻ ടെമ്പിൾ എന്നുള്ള പേര് തന്നെയാണ്. കാരണം മിസോ ജനതയെ ജൂതരാക്കി ചിത്രീകരിക്കുന്ന ഒരു കഥയുണ്ട്. അസീറിയൻ ആക്രമണത്തിൽ ചിതറിപ്പോയ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ബെനേമനേഷ് എന്ന ഗോത്രം അഫ്ഗാൻ വഴി മിസോറാമിൽ എത്തിപ്പെട്ടു എന്നാണ് കഥ.
മാത്രമല്ല ഈ കഥ ഇസ്രായേൽ അംഗീകരിക്കുകയും 4000-ലധികം മിസോകൾ ജൂതിഷ് പൗരന്മാരായിട്ട് ഇസ്രായേലിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ലോങ്പായ് എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇന്നലെ ഞാൻ ഇതേ റൂട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് സോളമൻ ടെമ്പിൾ എന്ന് പറയുന്ന ചർച്ച്. 4 ഗോപുരങ്ങളും അതിനു മുകളിലെ കിരീടങ്ങളും ദാവീദിൻ്റെ നക്ഷത്രങ്ങളും. ഇത് ശരിക്കും ആദിമ ക്രിസ്തുമതത്തിൽ പറയുന്ന സോളമൻ ക്ഷേത്രത്തിൻ്റെ മാതൃകയാകാൻ വേണ്ടിയായിരിക്കണം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. കൊഹറാം തിയാങ് എന്ന് വിളിക്കുന്ന ഇവാഞ്ചലിക്കൽ സഭയാണ് ഈ ചർച്ചിൻ്റെ നടത്തിപ്പുകാർ. സഭയുടെ സ്ഥാപകൻ സൈലോക്ക് ഒരു സ്വപ്നദർശനം ലഭിക്കുകയും സോളമൻ ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അതെന്തു തന്നെയായാലും ഐസോളിലെ മറ്റ് ചർച്ചിൽ നിന്നും നിർമ്മാണ ചെലവടക്കം കൂടിയ ചർച്ചാണിത്. സർക്കാർ ഫണ്ട് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മിസോറാമിൽ ചർച്ച് ഒരു അധികാര കേന്ദ്രം കൂടിയാണ്. കൊഹറാം തിയാങ് സഭയിൽ വളരെ കുറച്ച് അംഗങ്ങൾ മാത്രമാണുള്ളത്. ചർച്ചിൻ്റെ കെയർടേക്കറെ കണ്ട് അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. ദാവീദിൻ്റെ പ്രജകളുടെ എണ്ണം ദൈവത്തിന് മാത്രമല്ലേ അറിയൂ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഇതാണ് സൈലോയുടെ ശവകുടീട്. മിസോകൾ നഷ്ടപ്പെട്ട ജൂതഗോത്രമാണെന്നതിന് ജനിതകപരമായ തെളിവുകളൊന്നുമില്ല. അതേസമയം ഓസ്ട്രോ ഏഷ്യാറ്റിക് വിഭാഗമാണെന്നുള്ളതിന് ഭാഷാപരമായി പോലും തെളിവുകളുണ്ട്. തമിൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളെ ജൂതന്മാരാക്കാൻ വേണ്ടി സയനിസ്റ്റുകൾ ഫണ്ട് ചെയ്യുന്ന എൻജിഒകൾ വരെയുണ്ട്. യഥാർത്ഥത്തിൽ നഷ്ടഗോത്രങ്ങൾ എന്നത് പിൻകാലത്ത് സൃഷ്ടിക്കപ്പെട്ടൊരു കഥയാകാനാണ് സാധ്യത. ബൈബിൾ പുതിയ നിയമത്തിൽ അങ്ങനൊരു സൂചന പോലുമില്ല. ആധുനിക ഇസ്രായേൽ രാഷ്ട്രം എന്ന വാദത്തിന് ശക്തി പകരാൻ വേണ്ടിയായിരിക്കണം നഷ്ടഗോത്രങ്ങളെ കണ്ടെത്തുക എന്ന പദ്ധതി ആസൂത്രണം ചെയ്തത്. ലോകത്തെല്ലായിടത്തു നിന്നും ആ വാദത്തിൽ ഇസ്രായേൽ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഗൂർഖകൾക്കിടയിൽ പോലും മുമ്പ് ഇങ്ങനെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. സമയം ഇങ്ങനെ കുടിയേറുന്നവരെ രണ്ടാം തരം പൗരന്മാരായിട്ടാണ് ഇസ്രായേൽ സമൂഹം കണക്കാക്കുന്നത്. ക്രിസ്തുവിന് മുൻപേ കൊച്ചിയിലെത്തിയിരുന്ന ജൂതന്മാരൊരിക്കലും നഷ്ടപ്പെട്ട ജൂതഗോത്രങ്ങളാവുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും?